എൻ്റെ പേര് ആതിര. ഞാൻ വരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ഞാൻ 2013 എൻ്റെ PG കഴിഞ്ഞതാണ്. ഞാൻ അന്ന് മുതൽ ഞാൻ എഴുതുന്നുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ സബ്ജക്റ്റ് നോക്കുക എന്നല്ലാതെ ജനറൽ പേപ്പർ ഒരിക്കൽ പോലും ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാമിനൊക്കെ 1 മാർക്ക് 2 മാർക്കിനൊക്കെയാണ് ഞാൻ പലപ്പോഴും ഫെയിൽ ആയിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകളെ പറ്റിയിട്ട് അന്വേഷിച്ചത്. അപ്പോൾ എല്ലാവരുടെയും ഫിസിക്സും സയൻസ് സബ്ജക്റ്റിൻ്റെ അല്ലാതെ വേറെ ജനറൽ പേപ്പർ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ള ഒരു അറിവ് കിട്ടിയതിന് ശേഷം ഞാൻ ഓൺലൈനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി. അങ്ങനെ ഓൺലൈനായിട്ട് ചേർന്നപ്പോൾ അതിലും എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ പറ്റിയില്ല. അപ്പോൾ അപ്പോഴാണ് അൾട്ടസിൽ ഞാൻ ജോയിൻ ചെയ്ത് അവരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അൾട്ടസ് ആണ് ഇവിടെ, വേറെ എവിടെയും ഫസ്റ്റ് പേപ്പറിൻ്റെ ക്ലാസ് എവിടെയും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ചൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്ലാസ് റൂമും എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ടീവായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ ക്ലാസ്സും നമുക്ക് അറിയാത്ത ഒരുപാട് സബ്ജക്റ്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡീപ്പായിട്ട് തന്നെ 2 ദിവസമായിരിക്കും ചിലപ്പം ക്ലാസ് ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ മാത്സിൻ്റെ കുറേ ടിപ്സുകൾ, പിന്നെ എങ്ങനെയൊക്കെയാണ് എക്സാമിനെ നമ്മൾ നേരിടേണ്ടത് എന്നൊക്കെ ഒരുപാട് ടിപ്സുകൾ നമുക്ക് ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഇനിയും ഇതുപോലെ ക്ലാസ്സുകൾ കിട്ടുവാണെങ്കിൽ എന്ന് പോലും നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതിനുള്ള സമയവും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഒരുപാട് നല്ല ക്ലാസ്സുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഓൺലൈനിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പം അവിടെ ക്ലാസ്സുകൾ എടുത്തു പോവുക എന്നല്ലാതെ നമുക്ക് ഇൻട്രാക്റ്റീവ് സെക്ഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തെങ്കിലും സംശയം ചോദിച്ചാലും നമ്മൾക്കതിന് ക്ലാരിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ മാത്സിൻ്റെ ഒക്കെ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ അവരങ്ങനെ ചെയ്തു പോവാന്നല്ലാതെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഓഫ്ലൈനിൽ വരുമ്പോൾ നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എന്തായാലും അതിപ്പോൾ സമയം പോയാലും ശരി, സമയം പോയിട്ടില്ലെങ്കിൽ ശരി, സാറ് നമുക്ക് ഇരുന്ന് സംശയങ്ങൾ മുഴുവനും ചെയ്തു തന്നിട്ടേ നമുക്ക് വിടാറുള്ളൂ. അത്രയും സപ്പോർട്ടീവായിട്ടുള്ള സാറുമാരായിരുന്നു ഇവിടുത്തെ എല്ലാവരും.